എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഇലക്ഷൻ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു കുടിശ്ശിക തുക കൂടി എത്തിയേക്കുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുടിശ്ശിക ഒരു ഗഡു കൂടി അനുവദിക്കുമ്പോൾ നേരത്തെ മരണപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കളുടെ ആശ്രിതർക്ക് കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ചിലവുകൾ പരമാവധി കുറച്ചുകൊണ്ട് ക്ഷേമത്തിന് മുൻതൂക്കം നൽകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ സ്വീകരിക്കുന്ന 63 ലക്ഷത്തോളം വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലക്ഷനോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ വായ്പാനുമതി കേന്ദ്രത്തോട് തേടുകയും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വായ്പാനുമതി ലഭ്യമാകുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നതിനു പിന്നാലെയാണ് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത്. സാമ്പത്തിക ധനസഹായ ഇനത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക. ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ആരംഭിക്കാൻ പോവുകയാണ്. ധനകാര്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾക്കായി 812 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയാക്കിയതിനു ശേഷം കുടിശ്ശിക തീർത്തുള്ള വിതരണമാണ് ഗുണഭോക്താക്കൾക്ക് ആരംഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഓരോ ഗുണഭോക്താവിനും പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് കൂടി വരുത്താൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനത്തിനാണ് പൊതുജനങ്ങൾ കാത്തിരിക്കുന്നത്. പെൻഷൻ തുകയിൽ 200 രൂപയുടെ വരെ വർധനവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ പെൻഷൻ തുക 2000 രൂപയിലേക്ക് ഉയർത്തുമോ എന്നുള്ള ഒരു വിഭാഗം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിലേക്കടക്കമുള്ള കുടിശ്ശിക തീർത്തുള്ള വിതരണമാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം കൂടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 26.62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും. മറ്റുള്ള ആളുകൾക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറും. ഇതോടൊപ്പം തന്നെ 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവീതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 24.21 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുള്ളതായി ധനവകുപ്പ് വ്യക്തമാക്കി. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ തുക കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന 7 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്.